പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണ് മായ എന്നതാണ്. മായ എന്നാൽ സത്യമില്ലാത്തത് എന്നാണ്. പ്രപഞ്ചത്തിൽ മരം, ചെടി, കൊടി, മൃഗം, പക്ഷി, സർപ്പം, മത്സ്യം, മനുഷ്യൻ, പുഴുക്കൾ, പാറ്റ, ഉറുമ്പ്, ചെറു പ്രാണികൾ, അങ്ങനെ കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലുമായി വ്യത്യസ്ത യോനികളിലായി ലക്ഷക്കണക്കിന് പ്രാണിവർഗങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ പ്രാണികളെല്ലാം ഏതെങ്കിലും ഒന്നിൻ്റെ ഭക്ഷ്യ വസ്തുവാകും. അവയെ ഭക്ഷിക്കുകയും വിശപ്പടക്കുകയും നശിക്കുന്നതുമായി കാണാം. വീണ്ടും ഉണ്ടാകുന്നു, മരിക്കുന്നു, അങ്ങനെ പുനരാവൃത്തി നടക്കുന്നു. അജ്ഞന്മാരായ ജനങ്ങൾ അതൊക്കെയും സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആത്മജ്ഞാനികൾ അവയെ സത്യമായി വിശ്വസിക്കുന്നില്ല. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നത് ചിലർ. പൂന്താനം പാടിയതാണ്. പ്രാണിനെ ധരിക്കയാലാണ് പ്രാണികൾ എന്ന് പറയുന്നത്. ഇവയൊക്കെയും ഉണ്ടായി വളർന്ന് പുഷ്ടിപ്പെട്ട് നിലനിന്ന് ജീർണിച്ച് നശിക്കുന്ന സ്വഭാവമുള്ളവയാകയാൽ സത്യത്വമില്ല. അതിനാൽ മായ എന്ന് പറയപ്പെടുന്നു. 3 കാലത്തും 3 ലോകത്തും 3 അവസ്ഥയിലും കാണപ്പെടുന്ന സാധനങ്ങളെ ഉണ്ടാക്കി വളർത്തി നിലനിർത്തി നശിപ്പിക്കുന്ന ഒരു വിശേഷ ശക്തിയുണ്ട്. അതിന് മാറ്റമോ ക്ഷീണമോ ജനനമോ ക്ഷയമോ വളർച്ചയോ ഒന്നുമില്ലാതെ എല്ലാ കാലത്തും ശാശ്വതമായി നിലനിൽക്കുന്ന ശക്തി വിശേഷമാണത്. അതിനെ ബ്രഹ്മം, ഈശ്വരൻ എന്നൊക്കെ പറയും. അത് ദൃശ്യ വസ്തുവല്ല, അനുഭവ വസ്തുവാണ്. നമുക്ക് ശരീരമുണ്ടെന്നത് സത്യമാണ്. അത് എത്ര കാലം നിലനിൽക്കുമെന്ന് തീരുമാനം പറയാനാവില്ല. ഒരു ദിവസം അത് നഷ്ടം വരും, ഉറപ്പാണ്. അതിനെ നിലനിർത്തുന്നതായ ആത്മാവ് ഉണ്ടെന്നുള്ളത് ഉണ്മയാണ്, പക്ഷെ കാണുന്നില്ല. ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ മരണം എന്ന് പറയും. ബ്രഹ്മം എല്ലാ ഭൂതങ്ങളിലും ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അതിനെ പ്രാണൻ എന്ന് പറയുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥ നമുക്കുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ ഉപയോഗ സാധനങ്ങളെ മനസ്സ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നേരിട്ട് അനുഭവിക്കുന്ന വ്യാപാര കാലത്തെയാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ഇപ്പോൾ അനുഭവ വസ്തുക്കളെല്ലാം ഉണ്മയായും ശാശ്വതമായും കരുതുന്നു. അതേ ആൾ രാത്രിയിൽ ഉറങ്ങി. ജാഗ്രത്തിൽ നടന്നിരുന്ന വ്യാപാരങ്ങളൊന്നുമില്ല. ഇപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളെ മയക്കി ഉറക്കിയിരിക്കുന്നു. താൻ ഓരോന്നിനെയും സ്വയം സൃഷ്ടിച്ച് വ്യാപാരങ്ങളെ നടത്തി ഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഇത് സ്വപ്നാവസ്ഥ. ജാഗ്രത് കാലം പോലെ സ്വപ്നവേളയിലും അനുഭവ സാധനങ്ങളെല്ലാം ഉണ്മയുള്ളതും ശാശ്വതമായും നിലനിൽക്കുന്നു. ഉറങ്ങിയ ആൾ ഉണർന്നു, സ്വപ്നമില്ലാതായി, അനുഭവിച്ചിരുന്ന ഉപഭോഗ സാധനങ്ങളും ഇല്ലാതായി. ഇപ്പോൾ ജാഗ്രത് സ്വപ്ന കാലത്ത് കണ്ടിരുന്ന വസ്തുക്കളും അനുഭവങ്ങളും മിഥ്യയാണെന്ന് ബോധിച്ചു. ഉണർന്നയാൾ ഇപ്പോൾ സുഖമായി ഉറങ്ങി. വ്യാപാരങ്ങളൊന്നും നടക്കാത്തതിനാൽ അനുഭവങ്ങളും ഇല്ല. ഇതിനെ സുഷുപ്തി എന്ന് പറയും. ജാഗ്രത്തിൽ യജമാനനായ മനസ്സിലൂടെ ആത്മാവ് ഇന്ദ്രിയ കുടുംബമാകുന്ന പ്രജകളിലൂടെ വ്യാപാരങ്ങളെ നടത്തി ഭോഗങ്ങളെ അനുഭവിച്ച് ഇതിനെ ഭൗതിക ജീവിതമായി കരുതാം. പലരാൽ ബന്ധം പുലർത്തി ഉള്ള കുടുംബ ജീവിതമാണല്ലോ ഭൗതികം. അതും ശാശ്വതമല്ലെന്ന്
അനുഭവം നമ്മളെ പഠിപ്പിച്ചു. സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുടുംബത്തെ മനസ്സ് ഉറക്കിട്ട് ഏകാന്തതയിൽ ആത്മാവ് മനസ്സിലൂടെ വ്യാപാരങ്ങളെ നടത്തി ഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഇത് പരിവ്രാജക ജീവിതമായി കരുതണം. ഏകാന്ത ജീവിതത്തിലും ഭയം, ക്രോധം, വികാരം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയിരിക്കെ സ്വപ്നത്തിലെ ആൾ ഉണർന്നു. അതോടെ സ്വപ്നാവസ്ഥയിൽ അനുഭവിച്ചിരുന്ന സുഖഭോഗങ്ങളും ഇല്ലാതായി. അതും മിഥ്യയാണെന്ന് ബോധിച്ചു. അയാൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശത്താക്കി ബോധമണ്ഡലത്തിൽ ആത്മാവെ ലയിപ്പിച്ച് സുഖമായി ഉറങ്ങി. ഇത് സുഷുപ്തി അവസ്ഥയാണ്. ഇപ്പോൾ വ്യാപാര അനുഭവങ്ങൾ ഒന്നുമില്ല. കർമ്മമാണ് ശ്രേഷ്ഠമെന്ന് കരുതിയ ജീവൻ അനുഭവത്തിലൂടെ ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഗ്രഹമാകുന്ന മുൾക്കാട്ടിൽ നിന്നും പുറം ചാടി കർമ്മങ്ങളെ ത്യജിച്ചു വാനപ്രസ്ഥമാകുന്ന ദേശാടനം നടത്തി. അവിടെയും മനസ്സുണ്ടാക്കുന്ന സ്വപ്ന ലോകത്തെ ഭയം, ക്രോധം പോലുള്ള അനുഭവങ്ങൾ സത്യമല്ലെങ്കിലും സ്വപ്നാവസ്ഥയിൽ സത്യമായി നിലനിൽക്കുന്നു. അതിനെയും ഉപേക്ഷിച്ചു ഇന്ദ്രിയങ്ങളാകുന്ന സകല കുടുംബവും യജമാനനാകുന്ന മനസ്സിനെയും വിട്ട് ഏകാന്തതയിൽ ഇരുന്ന്, അതാണ് സുഷുപ്തി. പ്രവൃത്തിമാർഗം വിട്ട് നിവൃത്തിമാർഗം സ്വീകരിച്ചപ്പോഴാണ് ആനന്ദമുണ്ടായത്. പക്ഷേ അപ്പോഴും തമസിന്റെ പങ്കാളിത്തമുള്ളതിനാൽ അജ്ഞാനത്തിൽ തിരിച്ചറിവ് ഉണ്ടാവില്ല. ജാഗ്രത അവസ്ഥയിൽ ജപധ്യാന വിചാരം അഭ്യസിച്ച് പരിശീലിച്ചാൽ ത്രിഗുണങ്ങളെയും കടന്ന് നിർഗുണത്തിൽ എത്താനാവും. അപ്പോൾ മാത്രമേ അജ്ഞാനമാകുന്ന മിഥ്യാതിമിരത്തിൽ നിന്നും മോചനം നേടാവുന്നത്. അപ്പോൾ പരമാത്മാവെ പ്രാപിക്കാം. ഹരി ഓം.